സ്വർണത്തിന്റെ വില കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് പേർക്കെങ്കിലും കേരളത്തിലൊരു സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം സ്വർണം ഒരു അസറ്റായിട്ട് വാങ്ങി വെച്ചവരും സ്വർണം വിറ്റ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നവർക്കൊക്കെ ഈ പറയുന്ന സ്വർണത്തിന്റെ വില കൂടുതൽ ഒരു ഉപകാരമാണ്. പക്ഷെ മറിച്ച് ഈ പറയുന്ന മോളെ കെട്ടിക്കാൻ നിൽക്കുന്നവരും പെങ്ങളെ കെട്ടിക്കാൻ നിൽക്കുന്ന ആങ്ങളമാർക്കൊക്കെ ഇതൊരു അടിയുമാണ്. വാട്ടവർ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന പെട്രോളിന്റെ വില ഇതെങ്ങോട്ടാണ് ഈ കൂടിപ്പോകുന്നത് മനസ്സിലാവുന്നില്ല. സീരിയസ്ലി ഞാൻ ഈ പെട്രോളിന്റെ വില സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. നോർമൽ എല്ലാവരെയും പോലെ പെട്രോൾ പമ്പിൽ ചെല്ലും, ചേട്ടാ ഒരു 50 രൂപ പെട്രോൾ അല്ലെങ്കിൽ ഒരു 80 രൂപ 100 രൂപ അങ്ങനെ പെട്രോൾ അടിച്ചേട്ടാന്നും പറഞ്ഞിട്ട് അവരടിക്കുന്നത് നോക്കിന്ന് നേരെ ഇങ്ങോട്ട് പോരും. അല്ലാണ്ട് ഇതിന് എത്ര രൂപ വെച്ച് കൂടുന്നുണ്ടെന്നൊന്നും കൃത്യമായിട്ട് ഞാൻ നോക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയ സമയത്ത് ഞാൻ കാഷ്വൽ ആയിട്ടല്ല എല്ലാ ദിവസവും പെട്രോൾ അടിക്കാൻ പോകണമല്ലോ, ചേട്ടൻ ഒരു 80 രൂപ പെട്രോൾ അടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് നിന്ന് പുള്ളി പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഓപ്പോസിറ്റ് പെട്രോൾ അടിക്കാൻ വന്നു നിന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ ചേട്ടൻ, പുള്ളി ഡീസൽ ഓർ പെട്രോൾ അറിയില്ല, പുള്ളി ഇങ്ങനെ ഫ്യൂവൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ പുള്ളി ഇങ്ങനെ ഈ ഒരു പെട്രോൾ അടിക്കുന്ന ചേട്ടനോട് ചോദിക്കുകയാണ്, ചേട്ടി ഈ വില കൂടി എങ്ങോട്ടാ പോണേ, ഈ പാവപ്പെട്ട ഞങ്ങൾ എങ്ങനെ ഈ പെട്രോൾ അടിച്ച് ഈ ഓട്ടോ ഓടിച്ച് ജീവിക്കും? അപ്പം അങ്ങനെ പുള്ളി അത് ചോദിക്കണ കാണുമ്പോൾ പുള്ളി അത് ഭയങ്കര സീരിയസ് ആയിട്ട് ആ ഒരു സങ്കടം കൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം പെട്രോളിന് ഇപ്പം ഡേ ടു ഡേ വില കൂടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ പെട്രോളിന് വില കൂട്ടുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ നിന്നാണോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇത് വല്ലാത്തൊരു കൂടുതലാണ്, ഡേ ടു ഡേ കൂടുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് വന്നിരുന്ന് നോക്കുന്നത്. ആ ഒരു ചേട്ടൻ്റെ സംസാരം കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി. അപ്പം ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ കുറച്ച് വില കൂടുതലാണ്. അതിപ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന പോലെ മന്ത്രിമാരാണോ എനിക്കറിയില്ല എവിടെ നിന്നാണെങ്കിലും അധികം വില ഇനിയും കൂട്ടി കൊണ്ടുപോകരുത്. ഇപ്പം തന്നെ കേരളത്തിൽ ഇന്ത്യൻ ഓയിലിന്റെ വില 113, അതുപോലെ തന്നെ മറ്റുള്ള പെട്രോൾ പമ്പുകളിൽ ഞാൻ 119 കണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വില നല്ലതുപോലെ കൂടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ 100 രൂപ പെട്രോൾ അടിക്കുമ്പോൾ 0.95 അല്ലെങ്കിൽ 0.94 കിട്ടിയിരുന്ന പെട്രോൾ ഇപ്പോൾ ഇന്ന് ഞാൻ എന്തോ 100 രൂപ പെട്രോൾ അടിച്ച സമയത്ത് 0.88 കിട്ടിയത്. അത്രയും ക്വാണ്ടിറ്റിയെ പെട്രോൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഈ പറയുന്ന പാവപ്പെട്ട ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കുന്ന ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും വില കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ പറയുന്ന പോലെ വലിയ വൻകിട ബസ്സുകളും ലോറികളൊക്കെ ഓടിച്ച് ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് വലിയ കാര്യമായിട്ട് തോന്നില്ല, ഈ ഒരു 1, 2, 3 രൂപ കൂടുന്നവർക്ക്. പക്ഷേ ഡേ ടു ഡേ ഈ പ്രാവശ്യം ഒരു 10, 400 അല്ലെങ്കിൽ 500 രൂപക്കൊക്കെ ഓട്ടോറിക്ഷ ഓടി ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്ന പാവപ്പെട്ട ഓട്ടോറിക്ഷക്കായിരിക്കും. അതുപോലെ വണ്ടി ഓടിക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ജോലിക്ക് പോകുന്ന അധികം സാലറി ഇല്ലാത്ത ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊക്കെ വല്ലാത്തൊരു അടിയായി പോകും. അപ്പോൾ പെട്രോളിന്റെ വില പറ്റുമെങ്കിൽ കുറച്ചു കൊടുക്കുക, അത്രയൊക്കെ ഉള്ളൂ.